അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ നിങ്ങളോട് വിശേഷങ്ങൾ പറയാൻ നമ്മളെ കാണാനൊക്കെ ഒരാൾ വന്നിട്ടുണ്ട്. വെറും ഒരാളല്ല, അത്യാവശ്യം എഴുതും, കവിതകളൊക്കെ എഴുതും, കവിതകളൊക്കെ ചൊല്ലുന്ന ഒരു അമ്മയാണ്. ശരി. അതെ, അപ്പൊ വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം സുധാമ്മ. ചാലക്കമ്പോളത്തിലെ പാട്ടും പാടി പണ്ട് നടന്ന രംഗ് ഇപ്പോഴും ഇരുന്നോളൂ, ഇരുന്നിട്ട് പറഞ്ഞോളൂ എന്താണ് ചാള. കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ നാലണക്ക് വളയും വാങ്ങി നീ അത് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ചേച്ചി ഒരു മഞ്ഞ ഡ്രസ് ഇട്ടിട്ടല്ലേ? ഓർമ്മിക്കല്ലേ പാവാടയൊക്കെ അതാ ജയിക്കാനായി ജനിച്ചവെന്ന് പറഞ്ഞ സിനിമയില് ആ പാട്ട് സുധാമ്മയുടെ മനസ്സിലുണ്ട്. പാട്ടുണ്ട്, ആ രംഗമുണ്ട്. വേറെ പാടാനൊന്നും അറിയത്തില്ല. പിന്നെ പറയൂ സുധാമ്മയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മോളെ, എനിക്ക് ഞങ്ങൾ നന്നായിട്ടൊക്കെ ജീവിച്ചതായിരുന്നു. കവിത എഴുതുന്നൊക്കെ പറഞ്ഞ അതെ, കവിത എഴുതും. കവിത എഴുതും. കവിത കുറെ എഴുതിയിട്ടുണ്ടോ? കുറെ എഴുതിയിട്ടുണ്ട്. 10-500 എനിക്ക് അവിടെ നല്ല വീടില്ല, വാടക വീട്ടിലായിരുന്നു ആദ്യം താമസിച്ചോണ്ട്. എവിടെയാ താമസിക്കുന്നത്? നമ്മുടെ കത്രിക്കടവിൽ തന്നെ. അപ്പം പിന്നെ അന്നേരത്തിന് മഴയൊക്കെ വീണ് ഒരുപാട് നശിച്ചു പോയി. പിന്നെ ഇപ്പൊ ലാസ്റ്റ് മോഹൻലാലിനെ കുറിച്ച് എനിക്ക് വളരെ ഇഷ്ടമാണ്. ആദ്യം എഴുതി ഇങ്ങനെ: എന്നുണ്ണിക്കുട്ടനെ ഒന്നു കാണാൻ ഈ അമ്മ എത്ര കോതിപ്പതെന്ന് പൊന്നുണ്ണിയുണ്ടോ അറിഞ്ഞിടുന്നു തെരുവോരത്തുള്ളൊരു പാഴ്ക്കുടിയിൽ വഴി കണ്ണുമായി കൺമണി കാത്തിരിപ്പു കാഞ്ചന സിംഹാസനത്തിലേറി ഈ വഴിയൊക്കെയും പോയിടുമ്പോൾ പൊന്മുഖം ഒന്നെന്നെ കാട്ടിടേണം എല്ലും മടിക്കല്ലേ പൊന്മകന്. ലാലേട്ടനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ലാലേട്ടനെ 60 വയസ്സായപ്പം അതെഴുതി. മനസ്സിൽ കുളിർക്കോരും തേന്മഴയായി മധുരമാം കലകളും പൂത്ത് മഞ്ഞിൽ വിരിഞ്ഞ ചെന്താമരപ്പൂവ് ഷഷ്ടി പൂർത്തിയായി എന്നാകിലും ഇന്നും 17 പടിയിൽ നിൽക്കുന്നു നിലാവു പോലെ മന്ദഹാസവും തൂകി നിൽക്കുന്നു. അതായത് ഭയങ്കര ഉള്ളിൽ നിന്ന് വരുന്ന എവിടെ താമസിക്കുന്നതൊക്കെ? ഞങ്ങള് വൈലോപ്പള്ളി മഹാകവി വൈലോപ്പള്ളിയുടെ ഒരു 2 സെന്റ് സ്ഥലത്തോളം അവിടെ പുറംപോക്ക് കിടക്കുന്നുണ്ട്. അവിടെ ഒരു ഷെഡ് കെട്ടി 40 വർഷമായിട്ട് കട നടത്തുമായിരുന്നു. അപ്പോൾ എനിക്ക് വീട് വാങ്ങാൻ പറ്റിയില്ല. ഇവിടെ വില കുറഞ്ഞ സമയത്ത് എൻ്റെ ഭർത്താവ് ശ്രമിച്ചില്ല, അപ്പൊ പറ്റിയില്ല. പിന്നീട് ഭർത്താവിന് കരളിന് അസുഖമായി, വണ്ടി ആക്സിഡന്റ്, കൈയൊക്കെ ഒടിഞ്ഞു, ആകെ അധോഗതിയിലായിപ്പോയി ജീവിതം. അങ്ങനെ വാടക കൊടുക്കാൻ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ആ ഷെഡിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ താമസിച്ചുകൊണ്ടാണോ ഈ കവിതയൊക്കെ എഴുതിയത്? 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ അനിയത്തിക്കുട്ടി മരിച്ചു. 10 മാസം പ്രായമുള്ള. അതാണ് ആദ്യമായിട്ട് ഞാൻ എഴുതിയ കവിത. അംബിക എന്നായിരുന്ന കുഞ്ഞിൻ്റെ പേര്. അംബികെ പൊന്മകളെ അമ്മയെ കണ്ടുറന്നൊന്നു നോക്കൂ, അമ്മിഞ്ഞ പാലു വേണ്ടേ നിനക്കിന്ന് ഇത്രയ്ക്കുറക്കമെന്തേ, അച്ഛനും ചേച്ചിയും നിൻ ചാരത്തിരുന്നു കരഞ്ഞിടുന്നു, കാൺമതില്ലേ മകളെ അമ്മയെ കണ്ടുറന്നൊന്നു നോക്കൂ, എന്നും എന്നോ മലാളെ കുളിപ്പിച്ചു തൊട്ടിയിൽ ഞാൻ ഉറക്കും, ഇന്നെൻ്റെ പൈതലിനെ കുളിപ്പിച്ചു പെട്ടിയിലാണ് ഉറക്കം. അന്ന് ഞാൻ എഴുതിയത്. അപ്പൊ അമ്മ മോഹൻലാലിന് അറിയാവോ അമ്മ ഇങ്ങനെ കവിതയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന്? അയ്യോളോ, മോഹൻലാലിനെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അമ്മയുടെ വലിയൊരു ആഗ്രഹമാണ്. കത്രിക്കടയിൽ താമസിച്ചിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ സ്റ്റുഡിയോ ഉണ്ട്, അവിടേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മൾ അറിയുന്നില്ല, ഞാൻ കണ്ടിട്ടുമില്ല ഇതുവരെ, അടുത്ത് കണ്ടിട്ടില്ല. മോഹൻലാലിനെ എനിക്ക് ഇഷ്ടമാണ്. അതേസമയം പൃഥ്വിനെയൊക്കെ അവരെ ഒന്ന് കാറിന് പോകുന്ന ഞാൻ കണ്ടു. ഈ ഇടയ്ക്ക് മമ്മൂട്ടി പോകുന്നവരെ കണ്ടു. എല്ലാരും കാറിന് പോകുന്നത് ഇങ്ങനെ കാണുന്നു. കൂടെ ഭർത്താവ് മാത്രമേ ഉള്ളൂ? അത്രേ ഉള്ളൂ. മക്കളൊന്നും? ഒരു മകനുണ്ട് എനിക്ക്. അവര് ഓട്ടോറിക്ഷയാണ് വണ്ടി ഓടിക്കുന്നത്. ഈ പിന്നെ എന്തോ സ്പെഷ്യലായിട്ട് നടത്തുന്ന ഒരു സ്കൂളിലെ പിള്ളേരാണ്. അപ്പം അവർക്ക് നല്ല പൈസ അന്ന് കിട്ടുമായിരുന്നു. ഇപ്പം ഈ കൊറോണ വന്നോട് അപ്പോൾ ഒരു വീട് ലോണായിട്ട് അവർ എടുത്തിട്ടുണ്ട്. വരാപ്പുഴയാണ്. എനിക്ക് ഇഷ്ടമല്ല അവിടെ താമസിക്കാൻ പോകാൻ. അമ്മയ്ക്ക് കഷ്ടപ്പെടാനുള്ള ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട്. അതാണ് എന്റെ ആഗ്രഹം. എനിക്കൊക്കെ അങ്ങനെ. അതുകൊണ്ടല്ല, മക്കളെയൊക്കെ വരട്ടെ, കാണാം, അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് വരാം. എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത് സഹായിക്കാം. അത്രയും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങനെയല്ല, ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. ഇതൊരു വലിയ അത്ഭുതമാണ്. ഇത്രയും കവിതകള് മോഹൻലാലിനെ അല്ല, മോഹൻലാൽ അങ്ങനെയല്ല കേട്ടോ. ഇനിയിപ്പോ അങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് അന്വേഷിക്കുക, എന്താ സംബന്ധിച്ച് ആരെങ്കിലും പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു വലിയ മനസ്സുള്ള ഒരു വ്യക്തിയാണ് മോഹൻലാൽ. അത് യാതൊരു സംശയം. ഞാൻ എന്തായാലും നമ്മുടെ കാര്യം പറയും.
തീർച്ചയായിട്ടും പറയും. അതെ അതെ. അപ്പൊ അദ്ദേഹം വരും, അദ്ദേഹം ചേച്ചിയെ അമ്മയെ കാണും എന്നുള്ള പ്രതീക്ഷ നമുക്ക് നല്ലൊരു കാത്തിരിക്കാം. ശുഭപ്രതീക്ഷയോടെ തന്നെ ഞാൻ പറയും. ഈ അമ്മ ഇത്രയും കഷ്ടപ്പാടിലാണ് ഈ കവിതയൊക്കെ എഴുതിയത്. അപ്പൊ അമ്മയുടെ ഒരു ജീവിത സാഹചര്യം നമുക്ക് ഒന്ന് കാണാം. തീർച്ചയായിട്ടും. ഒരു വീഡിയോ ഉണ്ട് നമുക്ക്. ശരി. ലാലേട്ടൻ പ്രണാമം. അതാണ് അമ്മയുടെ ചായക്കട. അതിനോട് ചേർന്നുള്ളതാണ് വീട്. അവിടെയാണ് ഉറങ്ങുന്നത്. അപ്പൊ ഈ സ്ഥലം അമ്മയ്ക്ക് കിട്ടിയ സ്ഥലമാണോ? കിട്ടിയതല്ല, അത് വൈലോപ്പള്ളി ഒരു സ്ഥലമാണ്. പക്ഷേ ഞാൻ ഇത്രയും നാളായിട്ട് മുഖ്യമന്ത്രി എത്രയോ പേർക്ക് വീട് കൊടുക്കുന്നു, അതുപോലെ എനിക്ക് ആരും തരാറില്ല. ഞാൻ എങ്ങനെയും കഴിവുള്ള നാൾ വരെ അതിൽ താമസിക്കാൻ അവരെ ഇറക്കി അമ്മ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പാടിൽ നിൽക്കുമ്പോഴും അമ്മ ഭയങ്കര പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നതും ജീവിതത്തെ കാണുന്നതും. അത് എനിക്ക് അങ്ങനെയോ മോളെ, എനിക്ക് ഒരു ഇതുമില്ല. എനിക്ക് വീടില്ലല്ലോ, എനിക്കൊരു വീട് ദൈവമേ അവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ എവിടെ കിടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അവരെ ഇറക്കി വിടുമ്പോൾ എനിക്ക് അവിടെ കിടക്കാമല്ലോ. അതൊരു കൊട്ടാരം പോലെ ഞാൻ കാണുന്നത്. ഷെഡാണെങ്കിൽ പോലും എല്ലാവർക്കും ഷെഡായിരിക്കാം, പക്ഷെ എനിക്കതൊരു കൊട്ടാരം പോലെ ഞാൻ കാണുന്നത്. അമ്മ ഒരുപാട് ഒരുപാട് 300ഓളം കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിൽ 24 എണ്ണം ഇപ്പൊ പ്രസിദ്ധീകരിച്ചു. അതാണ് നമ്മൾ ആ ബുക്കിൽ കണ്ടത്, പ്രണാമം എന്നുള്ള പേരില്. അത് പ്രസിദ്ധീകരിച്ചു, അത് ഒരുപാട് പേര് വായിച്ചു. അങ്ങനെയാണ് ഈ കവിതകളെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞ് ഇന്ന് അമ്മ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കഷ്ടപ്പാടിന്റെ ഇടയിലും അമ്മ ഭയങ്കര പോസിറ്റീവായിട്ട് അമ്മയെ കാണാൻ പറ്റിയല്ലോ. എന്തായാലും എന്നും ഇതേപോലെ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കുക, ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കുക. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മുടെ ഈ റെഡ് കാർപ്പറ്റ് ഷോയിലൂടെ നമുക്ക് എല്ലാവരും പരിചയപ്പെടുത്താൻ ആഗ്രഹം. കാരണം ഒരുപാട് പേര് ചെറിയ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ തളർന്നിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് അമ്മ എന്തായാലും ഒരു പ്രചോദനമായിരിക്കും. കഴിയുന്നത്ര കാലം സന്തോഷമായിട്ട് കഴിയുക. അതെ, എന്തായാലും അമ്മയുടെ എല്ലാ ആഗ്രഹവും സാധിക്കട്ടെ. തീർച്ചയായിട്ടും.